ചാലക്കുടി KSRTC റോഡിൽ ഫെഡറൽ ബാങ്കിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും വൻതോതിലുള്ള മാലിന്യം കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. KSRTC റോഡിൽ ഫെഡറൽ ബാങ്കിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും വൻതോതിൽ മാലിന്യം കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. നൂറുകണക്കിന് വീട്ടുകാർ താമസിക്കുന്ന ഹൗസിംഗ് ബോർഡ് കോളനിയിലൂടെ കടന്നുപോകുന്ന കാനയിലേക്കാണ് ഹോട്ടൽ മാലിന്യം തള്ളിവിടുന്നത്. ദുർഗന്ധവും കൊതുകുശല്യം മൂലം ഇവിടുത്തുകാർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായതായി കോളനി നിവാസികൾ പറയുന്നു. ഹോട്ടലിൽ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാതെ നേരിട്ട് കാനയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുകയാണ്. ഇത് സംബന്ധിച്ച് നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന് പരാതി നൽകിയിട്ടും നടപടിയാകുന്നില്ലെന്നാണ് പരാതി. മാസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതിയിൽ നോട്ടീസ് നൽകിയതല്ലാതെ മറ്റു നടപടിയൊന്നും ഹെൽത്ത് വിഭാഗം സ്വീകരിച്ചിട്ടില്ല. ഹെൽത്ത് വിഭാഗം ഇവിടെ പരിശോധന നടത്തുകയും മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടും നടപടി സ്വീകരിക്കുന്നില്ല. നഗരസഭ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ക്രിസ്തുമസിന് ശേഷം ഹെൽത്ത് സൂപ്പർവൈസറുടെ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് നഗരസഭാ കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത് എന്നിവർ അറിയിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ജംഗ്ഷനിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് പള്ളിത്തോടിൽ അവസാനിക്കുന്ന കാനയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഈ കാന കടന്നു പോകുന്നത് നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഹൗസിംഗ് ബോർഡ് കോളനിയുടെ ഉള്ളിൽ കൂടെയാണ് ഈ കാന പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ജനം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പരിധി വരെ തടയാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട 1-2 ഹോട്ടലുകളിൽ നിന്നുള്ള ചോറും കറി അടക്കമുള്ള വേസ്റ്റ് വെള്ളം നേരെ കാനിലേക്ക് തള്ളുകയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്തേക്ക് കാണുന്ന വലിയ കെട്ടിടമാണ് KSRTC റോഡിലുള്ള വീനസ് ഹോട്ടൽ. ഇവിടെ ഏറ്റവും ചാടില സൗത്ത് ജംഗ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടൽ എന്ന് പറയാം. ആ KSRTC റോഡിലുള്ള ആ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം ഒരു മടിയില്ലാണ്ട് നേരെ ഈ പൊതുകാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ പലവട്ടം ചാലക്കുടി നഗരസഭയിൽ നമ്മൾ ഈ വിഷയം ഉന്നയിച്ചു. ചാലക്കുടി നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം കത്തും കൊടുത്തു. ഞാൻ ഇപ്പോഴും നഗരസഭയിൽ പോയി അന്വേഷിച്ചു, നിങ്ങൾ ഇതിലെന്ത് നടപടി സ്വീകരിച്ചു. നോട്ടീസ് കൊടുത്തെന്ന് പറയണത്. നോട്ടീസ് കൊടുത്താൽ ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ആ പരാതിയിൽ നോട്ടീസ് കൊടുത്തെന്ന് പറയണത്. ഇവർ 3 വട്ടം നഗരസഭയിൽ നിന്ന് വന്ന് ഇവിടെ അന്വേഷണം നടത്തി 3 വട്ടവും ഈ പറയുന്ന രീതിയിൽ വേസ്റ്റ് വെള്ളം ഒഴുകുന്നതായിട്ട് നഗരസഭാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെന്നും പറയണു. ഇതെല്ലാം തന്നെ ഫോട്ടോ എല്ലാം അവരുടെ കയ്യിലുണ്ട്. ഞാൻ ഇതുപോലെ പലവട്ടം ഇവിടെ വന്നു ഈ വേസ്റ്റ് വെള്ളം പൊതുകാനിലേക്ക് ഒഴുക്കുന്നതിനെ കുറിച്ച് നഗരസഭയിൽ പരാതി കൊടുക്കുകയും ഇതിൻ്റെ ഫോട്ടോ അവിടെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെ യാതൊരു നടപടി എടുത്തിട്ടില്ല. ഇവിടെ ഹോട്ടലുകാരത് പറഞ്ഞപ്പോൾ ഈ വിവരം പറഞ്ഞപ്പോൾ ഹോട്ടലുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാനയിൽ കൂടെ പല ഹോട്ടലുകാരും ഒഴുക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ മാത്രമല്ലെന്ന് പറയുന്നത്. സൗത്ത് ജംഗ്ഷനായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല ഹോട്ടലുകൾ ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ടൊക്കെ നമ്മൾ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേസ്റ്റ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് യാതൊരു മടിയില്ലാണ്ട് ഒരു STP സംവിധാനം ഇല്ലാണ്ട് നേരെ പൊതുകാനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ വീനസ് ഹോട്ടൽ. KSRTC റോഡിലുള്ള വീനസ് ഹോട്ടലാണ് ഇതുപോലെ ഇത്രയും വലിയ മാലിന്യ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെതിരെ ഇത് നഗരസഭ തയ്യാറായില്ലെങ്കിൽ 28-ാം തീയതിക്ക് ശേഷം 22 ചില ക്രിസ്മസ് കഴിഞ്ഞോട്ടെ ക്രിസ്മസിന് അതിന് ശേഷം ചില നഗരസഭയിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഹെൽത്ത് സൂപ്പർവൈസറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തും. നടപടി ആവുന്നത് വരെ നമ്മളവിടെ സമരം ചെയ്യുന്നുള്ള പറയാം.